മഴക്കെടുതി രൂക്ഷം. പാവറട്ടിയിൽ മിന്നൽ ചുഴലി. ചൊവ്വന്നൂരിൽ ഇരുനില വീട് തകർന്നു വീണു. മഴ കനത്തതോടെ അപകടക്കെണിയായി ചാവക്കാട് ദേശീയപാതയിലൂടെയുള്ള യാത്ര. പുതുതായി നിർമ്മിച്ച സർവീസ് റോഡിലാണ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇരിങ്ങാലക്കുട പോട്ട റൂട്ടിൽ നിയന്ത്രണം വിട്ട ട്രാവലർ തൊമ്മാനപ്പാടത്തേക്ക് മറിഞ്ഞു. 20ഓളം പേർക്ക് നിസ്സാര പരിക്കേറ്റു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. നാളെ നിശബ്ദ പ്രചാരണം. വോട്ടെടുപ്പ് വ്യാഴാഴ്ച. വടക്കാഞ്ചേരിയിലെ ജനവാസ മേഖലയിൽ തള്ളിയ മാലിന്യം മുഴുവൻ നീക്കം ചെയ്യിക്കാതെ നഗരസഭാ അധികൃതർ. ഇതുമൂലം പകർച്ചവ്യാധി ഭീഷണിയിൽ ജനങ്ങൾ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലവിലുണ്ട്. കടൽ പ്രക്ഷുബ്ധമായതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. തീരത്തുള്ളവരും ജാഗ്രത പാലിക്കണം. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനും ഇടയുണ്ട്. ഗുജറാത്ത് തീരത്തെ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറിയേക്കാമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാവറട്ടി പഞ്ചായത്ത് 15-ാം വാർഡിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ വീണു. മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി പാവറട്ടിയിൽ നിന്നും ബിജോയ് ചേരുന്നു. ബിജോയ്, പാവറട്ടിയിൽ മിന്നൽ ചുഴലി ഉണ്ടായിരിക്കുന്നു. എപ്പോഴാണ് മിന്നൽ ചുഴലി ഉണ്ടായത്? എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇന്നലെ രാത്രി 11 മണിയോടെയാണ് 15-ാം വാർഡിൽ മിന്നൽ ചുഴലി ആഞ്ഞടിച്ചത്. ഇതേ തുടർന്ന് വാർഡിൽ ഒരുപാട് വൃക്ഷങ്ങൾ വീഴുകയും ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞു വീഴുകയും ചെറിയ തോതിൽ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. പാവറട്ടി പഞ്ചായത്ത് അധികൃതരും വില്ലേജ് ഓഫീസ് അധികൃതരും ഇന്ന് രാവിലെ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. മിന്നൽ ചുഴിയിൽ അപകടം പറ്റിയ സ്ഥലങ്ങളും അവർ സന്ദർശിക്കുകയുണ്ടായിരിക്കുന്നത്. എല്ലാം ശരി ബിജോയ്. പാവറട്ടി പഞ്ചായത്തിൽ മിന്നൽ ചുഴലിയുണ്ടായി, നാശനഷ്ടങ്ങളുണ്ട്. വിവരങ്ങളാണ് ബിജോയ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. മഴക്കെടുതിയെ തുടർന്ന് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് 11 ക്യാമ്പുകൾ. 54 കുടുംബങ്ങളാണ് ക്യാമ്പുകളിലുള്ളത്. 24 മണിക്കൂറിനുള്ളിൽ ജില്ലയിൽ 11 വീടുകൾക്ക് ഭാഗികമായും 1 വീടിനെ പൂർണ്ണമായും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ ചാലക്കുടി താലൂക്കിൽ ഒരു കിണർ ഇടിഞ്ഞു താഴ്ന്നു. കനത്ത മഴയിൽ കുന്നംകുളം ചൊവ്വന്നൂരിൽ ഇരുനില വീട് തകർന്നു. ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡിൽ കോലാടിപ്പറമ്പിൽ ബിജേഷും കുടുംബവും താമസിച്ചിരുന്ന വീടാണ് തകർന്നത്. പുലർച്ചെ 4 മണിയോടെ വീടിന്റെ ചുവരുകൾ പൊട്ടുന്ന ശബ്ദം കേട്ട് ബിജീഷും ഭാര്യയും 2 കുട്ടികളടങ്ങുന്ന കുടുംബം പുറത്തേക്ക് ഓടി. നിമിഷങ്ങൾക്കുള്ളിൽ വീട് പൂർണ്ണമായും നിലംപൊത്തുകയായിരുന്നു. കുടുംബക്ഷേത്രത്തിൽ പോകുന്നതിനായി ബിജേഷ് നേരത്തെ എഴുന്നേറ്റിരുന്നു. ഈ നേരത്താണ് ചുമർ പൊട്ടുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെയാണ് ഭാര്യയും കുട്ടികളുമായി പുറത്തേക്ക് ഓടിയത്. തെക്കുംകര വിരുപ്പാക്കയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പുളിമരം വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണ് വീട് തകർന്നു. ആർക്കും പരിക്കില്ല. നമ്പ്രത്ത് തങ്കമ്മയുടെ വീടിന് മുകളിലേക്കാണ് പുളിമരം കാറ്റിൽ മറിഞ്ഞു വീണത്. വീട്ടിലുറങ്ങുകയായിരുന്നവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. തങ്കമ്മയും മരുമകൾ പ്രീതയും 2 മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു. കനത്ത മഴയെ തുടർന്ന് പള്ളിപ്പുറം ആലപ്പാട് റോഡിൽ വെള്ളം കയറി. ഇരുവശത്തുമുള്ള കോൾപ്പാടങ്ങൾ നിറഞ്ഞു കവിഞ്ഞാണ് റോഡിലേക്ക് വെള്ളം കയറിയത്. മലക്കുടി പുള്ളു റോഡ്, മനക്കുടി കോറന്നൂർ റോഡ് എന്നിവിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. മഴ തുടർന്നാൽ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതിയാണ്. ചാലൂർ, പാറാളം, അയ്യൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള നിരവധി വീടുകളുടെ പരിസരം വെള്ളത്തിലായി. കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറിയതോടെ കയ്പമംഗലം, എടത്തുരുത്തി പഞ്ചായത്തുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കയ്പമംഗലത്ത് കൂരിക്കുഴി ബാബുൽ ഉലു മദ്രസയിലാണ് ക്യാമ്പ് തുറന്നത്. പഞ്ചായത്തിലെ 2, 3 വാർഡുകളിൽ നിന്നുള്ള 5 കുടുംബങ്ങളാണ് ക്യാമ്പിലുള്ളത്. കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെയാണ് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയത്. എടത്തുരുത്തി പഞ്ചായത്തിൽ ചാമക്കാല സ്കൂളിൽ ക്യാമ്പ് തുറന്നു. 6-ാം വാർഡ് കോഴിത്തുമ്പ് പ്രദേശത്തു നിന്നുള്ള 10 കുടുംബങ്ങളിൽ നിന്നുള്ള 18 പേരാണ് ക്യാമ്പിലുള്ളത്. കനോലിക്കനാൽ കര കവിഞ്ഞതോടെയാണ് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായത്.
മഴ കനത്തതോടെ അപകടക്കെണിയായി ചാവക്കാട് ദേശീയപാതയിലൂടെയുള്ള യാത്ര. പുതുതായി നിർമ്മിച്ച സർവീസ് റോഡിലാണ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇരുചക്രയാത്രികർ ജീവൻ പണയപ്പെടുത്തിയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. കുഴിയിൽ വീണ് അപകടം പതിവാണ്. തിരുവത്ര ഭാഗത്താണ് കൂടുതൽ അപകടം. വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം കുഴികൾ കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. ചില കുഴികൾ വലിയ ആഴമുള്ളതിനാൽ വീണാൽ വാഹനം മറിഞ്ഞ് അപകടമുറപ്പ്. ഇവിടെ ഗതാഗതക്കുരുക്കും പതിവാണ്. ദീർഘദൂര യാത്രികരടക്കം നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. മഴ കനത്താൽ റോഡും ഒലിച്ചുപോകുന്ന സ്ഥിതിയാണ്. പ്രധാന പാത തുറന്നുകൊടുക്കാത്തതിനാൽ സർവീസ് റോഡിലൂടെയാണ് നിലവിൽ വാഹനങ്ങൾ കടന്നുപോകുന്നത്. TCV ന്യൂസ്, ചാവക്കാട്. ഇരിങ്ങാലക്കുട പോട്ട റൂട്ടിൽ നിയന്ത്രണം വിട്ട ട്രാവലർ തെമ്മാനപ്പാടത്തേക്ക് മറിഞ്ഞു. 20ഓളം പേർക്ക് നിസ്സാര പരിക്കേറ്റു. പരിക്കേറ്റവർ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ശേഷം ആശുപത്രി വിട്ടു. ചാലക്കുടി ഭാഗത്തു നിന്നും വന്നിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് പാടത്തിനോട് ചേർന്നുള്ള ബാരിക്കേഡുകൾ തകർത്ത് മറിയുകയായിരുന്നു. സ്ഥിരം അപകട സ്ഥലമായ ഈ പ്രദേശം ബ്ലാക്ക് സ്പോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. നാളെ നിശബ്ദ പ്രചാരണമാണ്. വ്യാഴാഴ്ച നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ടവകാശം രേഖപ്പെടുത്തും. 23-ന് ജനവിധി അറിയാം. 7 പഞ്ചായത്തും 1 മുനിസിപ്പാലിറ്റിയും അടങ്ങുന്നതാണ് മണ്ഡലം. പ്രചാരണ കാലയളവ് അവസാനിക്കുന്നതോടെ നിയമവിരുദ്ധമായ സംഘം ചേരൽ, പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കൽ, മൈക്ക് അനൗൺസ്മെന്റ്, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ തിരഞ്ഞെടുപ്പ് സംബന്ധമായ കാര്യങ്ങളുടെ പ്രദർശനം എന്നിവയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തും. 263 പോളിംഗ് ബൂത്തുകളിലേക്ക് റിസർവ് ഉൾപ്പെടെയുള്ള മെഷീനുകൾ ഉപതെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിട്ടുണ്ട്. വടക്കാഞ്ചേരി മേഖലയിലെ ജനവാസ മേഖലയിൽ തള്ളിയ മാലിന്യം മുഴുവൻ നീക്കം ചെയ്യിക്കാതെ നഗരസഭ അധികൃതർ. ഇതുമൂലം പകർച്ചവ്യാധി ഭീഷണിയിൽ ജനങ്ങൾ. വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ 14 മേലേമ്പാട്ട് ആലുംചോട് പരിസരത്താണ് വർക്ക്ഷോപ്പ് മാലിന്യം ഗോവ രജിസ്ട്രേഷൻ പിക്കപ്പ് ജീപ്പിൽ കൊണ്ടുവന്ന് തള്ളിയത്. കെമിക്കൽ മാലിന്യം തള്ളൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാഹനം തടഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭയെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അധികൃതർ എത്തി സ്ഥലം പരിശോധിച്ചു. മാലിന്യം സ്ഥലത്തുനിന്ന് നീക്കാനും 25,000 രൂപ പിഴ അടയ്ക്കാനും വാഹനവുമായി എത്തിയവർക്ക് നോട്ടീസ് നൽകി. എന്നാൽ 1 ലോഡ് മാലിന്യം നീക്കം ചെയ്ത് ബാക്കി മാലിന്യത്തിന് മുകളിൽ മണ്ണിടാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. ഇതുവരേക്കും യാതൊരു നടപടിയില്ല. ഇവിടെ മണത്തിട്ടിരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ആ വെള്ളത്തിന്റെ കളറൊക്കെ കണ്ടറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇതിന് ഒരു നടപടി എന്തായാലും കൊടുക്കണം. ഈ വണ്ടിക്കകത്ത് ബുക്കും പേപ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ പോലീസുകാർ വന്ന സമയത്ത് അതിൻ്റെ ഡ്രൈവർ മദ്യപിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെതിരെ ഒരു നടപടി എടുക്കാനോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നഗരസഭ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല, പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഒരു നടപടിയില്ല. ഞങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറിക്കിട്ടണം. വർക്ക്ഷോപ്പ് മാലിന്യം ഉൾപ്പെടെ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത് പാടത്തോട് ചേർന്നുള്ള നീർച്ചാലിലാണ്. അതിനാൽ തന്നെ മേഖലയിൽ വെള്ളം കെട്ടിനിന്ന സമീപ പ്രദേശങ്ങളിൽ പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. എത്രയും വേഗം നഗരസഭ മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടിയെടുക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. മുള്ളൂർക്കരയിൽ ബീവറേജസ് ഔട്ട്ലെറ്റ് തുറക്കാനുള്ള തീരുമാനം സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസിന്റേതാണ് ഉത്തരവ്. സൗഹൃദ വില്ല റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ നൽകിയ പരാതിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. മുള്ളൂർക്കര പഞ്ചായത്തിലെ അകമലയിൽ ബീവറേജ് തുറക്കാൻ ഇക്കഴിഞ്ഞ മെയ് 19-നാണ് സംസ്ഥാന എക്സൈസ് കമ്മീഷണർ ലൈസൻസ് അനുവദിച്ചത്. വിജനമായ മേഖലയായതിനാൽ സാമൂഹിക വിരുദ്ധ ശല്യം രൂക്ഷമാകുമെന്നും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബീവറേജിന്റെ പ്രവർത്തനം ദോഷകരമായി ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് റെസിഡൻസ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അഭിഭാഷകരായ ശ്രീലക്ഷ്മി സാബു, VP മഹേശ്വരൻ എന്നിവർ ഹർജിക്കാർക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായി. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിലെ ചോർച്ച പരിശോധിക്കുന്നതിനിടെ ഉണ്ടായ തീപിടുത്തത്തിൽ പൊള്ളേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. വട്ടണാത്ര കൈനാത്തൂടൻ വീട്ടിൽ
62 വയസ്സുള്ള അശോകനാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മെയ് 30 കണ്ണമ്പത്തൂർ പൊന്നാമ്പിടി ബിന്ദുവിന്റെ വീട്ടിലായിരുന്നു സംഭവം. അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ ബിന്ദു ചികിത്സയിലാണ്. ഗ്യാസ് സിലിണ്ടർ സർവീസ് ചെയ്യാനെത്തിയ അശോകൻ അടുക്കളയിൽ സിലിണ്ടർ പരിശോധിക്കുന്നതിനിടെയായിരുന്നു അപകടം. മുരിക്കുങ്ങൽ മുപ്ലി റോഡിലെ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തെ വനത്തിനുള്ളിലെ തോട്ടിൽ പുരുഷന്റെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനിടെ ആദിവാസികളാണ് മൃതദേഹം കണ്ടെത്തിയ വിവരം വനപാലകരെ അറിയിച്ചത്. വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ കെ കൃഷ്ണൻ, ഫോറൻസിക്, ഫിംഗർ പ്രിന്റ് വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മുപ്ലിയിലുള്ള ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് 1 മാസം മുമ്പ് കാണാതായ ആളുടെ മൃതദേഹമാണ് ഇതെന്ന് സംശയിക്കുന്നു. ഇയാളുടേതെന്ന് കരുതുന്ന ഷർട്ട് മൃതദേഹത്തിനരികിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വേലൂർ കുറുമാലിയിൽ കടന്നലുകളുടെ ആക്രമണത്തിൽ 3 പേർക്ക് സാരമായി പരിക്കേറ്റു. തൊഴിലുറപ്പ് തൊഴിലാളികളായ ചീരോത്ത് വീട്ടിൽ മിനി, നെല്ലിക്കൽ വീട്ടിൽ വത്സല എന്നിവർക്കും നാട്ടുകാരനായ തോപ്പിൽ ജമിനുമാണ് കടന്നൽ കുത്തേറ്റത്. കുറുമാലിക്കാവ് ക്ഷേത്രത്തിന് സമീപം തൊഴിലുറപ്പ് പണിക്ക് വന്നതായിരുന്നു മിനിയും വത്സലയും. കാറ്റിൽ കൂടിളകി കൂട്ടത്തോടെ പറന്നെത്തിയ കടന്നലുകൾ ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ജമിനിനെ കുത്തേറ്റത്. 3 പേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാനകളുടെ അഭാവം മൂലം ഓട്ടുപാറ കുന്നംകുളം സംസ്ഥാന പാതയിലെ 1-ാം കല്ല് ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രളയത്തിന് ശേഷം കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന്റെ മുന്നോടിയായി കാനകൾ വൃത്തിയാക്കാത്തതും ചിലയിടങ്ങളിൽ കാനകൾ ഇല്ലാത്തതും റോഡിൽ വെള്ളക്കെട്ടിന് കാരണമാകുന്നതായി പ്രദേശവാസികൾ പറയുന്നു. വെള്ളം ഒഴുകിപ്പോകാനുള്ള നടപടി അധികൃതർ കൈക്കൊണ്ടില്ലെന്ന പരാതിയും ശക്തമാണ്. ചെറിയൊരു മഴ പെയ്താലും നീരൊഴുക്ക് തടസ്സപ്പെടുന്നതിനാൽ വെള്ളം സംസ്ഥാന പാതയിലേക്ക് കവിഞ്ഞൊഴുകും. ഇതിനു പുറമെ ചില ഭാഗങ്ങളിലെ കാനകൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായി മണ്ണ് റോഡിന്റെ വശങ്ങളിൽ കൊണ്ടിട്ട് മൺകൂനകളായി മാറി. അടിയന്തര പ്രശ്നങ്ങളിൽ അധികൃതർ നിസ്സംഗത പുലർത്തുകയാണെന്ന പരാതിയും വ്യാപകമാണ്. വെള്ളക്കെട്ടുണ്ടായാൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥ വരുമെന്ന് നാട്ടുകാർ പറയുന്നു. 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയിലാണ് അപകട സാധ്യതയുമായി വെള്ളക്കെട്ട് തുടരുന്നത്. TCV വടക്കാഞ്ചേരി. തണൽമരം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വധൂവന്മാരെ കണ്ടെത്തുന്നതിനുള്ള 5ാമത് മഹാസംഗമം ഈ മാസം 24 തൃശൂർ ടൗൺ ഹാളിൽ നടക്കും. രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെ നടക്കുന്ന മഹാസംഗമത്തിന്റെ ഉദ്ഘാടനം MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിക്കും. സംഗമത്തിൽ പങ്കെടുക്കാനെത്തുന്നവരിൽ നിന്നും യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് 24-ാം തീയതി സ്പോട്ട് രജിസ്ട്രേഷനും ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ തണൽമരം ഫൗണ്ടേഷൻ ചെയർമാൻ മുസ്തഫ താനൂർ, സ്വാഗത സംഘം ചെയർപേഴ്സൺ ഷാബിറ ചാലക്കുടി, കൺവീനർ സുമതി ബാബുക്കുട്ടൻ, ട്രഷറർ സമീർ മേത്തർ, വൈസ് ചെയർമാൻ KV രതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. പൂജയുടെ മറവിൽ സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ജീവനക്കാരനെ ബാംഗ്ലൂരു പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ ജീവനക്കാരനായ TA അരുണാണ് അറസ്റ്റിലായത്. 2 കുട്ടികളുടെ അമ്മയായ 38-കാരിയാണ് പരാതിക്കാരി. കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനായി പൂജയ്ക്കെത്തിയ യുവതിയുമായി സൗഹൃദത്തിലായ ശേഷം വാട്സപ്പ് കോളിൽ വിളിച്ച് നഗ്നത പകർത്തുകയും പിന്നീട് ഇത് കാണിച്ച് പീഡിപ്പിച്ചെന്നുമാണ് പരാതി. ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. കോൺഗ്രസ് ചന്ദ്ര പിന്നി 12-15 വാർഡ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം കണ്ണംപുള്ളിപ്പുറത്ത് നടത്തി. രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടൻ ജില്ലാ ചെയർമാൻ അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. KV ലോഹിതാശൻ അധ്യക്ഷനായി. CS രവീന്ദ്രൻ, സജയ് വയനപ്പിള്ളി, PD സജീവൻ, ഉമറുൽ ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. ഇന്ത്യയിൽ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും ബുദ്ധനെയും ജൈനനെയും പാഴ്സിയെയും സിഖുകാരനെയും കോടാലി കാർഷികോൽപാദന സംഭരണ സംസ്കരണ വിപണന സഹകരണ സംഘം അംഗങ്ങളുടെ മക്കളിൽ SSLC+2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിച്ചു. അനുമോദന യോഗം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് PS സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, EK ശശീന്ദ്രൻ, CS സുരമ്യ തുടങ്ങിയവർ സംസാരിച്ചു.
കനത്ത മഴയിൽ തിരുവില്ലാമല പഞ്ചായത്തിലെ നെൽ കർഷകർ ആശങ്കയിൽ. അതിശക്തമായ മഴ കാരണം നട്ടഞ്ഞാറുകൾ വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ്. ഇത്തരത്തിൽ 2 ദിവസം കൂടി മഴ പെയ്താൽ ഞാറുകൾ അഴുകിപ്പോകുമെന്ന് കർഷകർ പറയുന്നു. നിരവധി കർഷകർ വിള ഇൻഷുറൻസ് എടുത്തിട്ടില്ല. 1 ഏക്കർ സ്ഥലം നിലമൊരുക്കി ഞാറുനടിയിൽ ആകുമ്പോഴേക്കും ഏകദേശം 15,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. വിളനാശം സംഭവിച്ചാൽ സാധാരണക്കാരായ കർഷകർക്ക് വലിയ തിരിച്ചടിയാകും. വൈസ്മാൻ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയൻ ഡിസ്ട്രിക്ട് 2-വിന്റെ സമ്മേളനവും പുതിയ ഡിസ്ട്രിക്ട് ഗവർണറുടെ സ്ഥാനാരോഹണവും കുന്നംകുളത്ത് നടന്നു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. വൈസ്മാൻ ഡിസ്ട്രിക്ട് ഗവർണർ CK അപ്പുമോൻ അധ്യക്ഷത വഹിച്ചു. മുൻ റീജിയണൽ ഡയറക്ടർ PI അനിൽ മുഖ്യാതിഥിയായിരുന്നു. പുതിയ ഡിസ്ട്രിക്ട് ഗവർണറായി ബിന്ദു അപ്പുമോൻ ചുമതലയേറ്റു. മുൻ ഡിസ്ട്രിക്ട് സെക്രട്ടറി PC സണ്ണി, കുന്നംകുളം വൈസ്മെൻ ക്ലബ് പ്രസിഡന്റ് ഷൈജിൻ C ജോബ്, സെക്രട്ടറി വർഗീസ് ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. അമല ആയുർവേദ വിഭാഗം മഴക്കാല രോഗങ്ങൾക്കെതിരെയുള്ള പ്രത്യേക ഔഷധക്കൂട്ടുമായി കർക്കിടക സ്റ്റാൾ ആരംഭിച്ചു. ആയുർവേദ വിഭാഗം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആഗ്നസ് ക്ലീറ്റേഴ്സ് ഉദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് രൂപത മുൻ ബിഷപ്പ് മാർ ജേക്കബ് മനത്തോടത്ത് മുഖ്യ അതിഥിയായിരുന്നു. CPM മതിലകം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മതിലകം പാരാമൗണ്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ KSTA സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഷൈൻ ഉദ്ഘാടനം ചെയ്തു. ഷീജ ബാബു അധ്യക്ഷത വഹിച്ചു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, ലോക്കൽ സെക്രട്ടറി PH അമീർ, PH നിയാസ്, TS ഗോപിനാഥൻ, സംസാബി സലീം എന്നിവർ സംസാരിച്ചു. പൈപ്പ് ലൈൻ സ്ഥാപിക്കാനെടുത്ത റോഡിലെ കുഴിയിൽ സ്കൂൾ വാൻ താഴ്ന്നു. കണ്ണാറ ഹണി പാർക്കിന് സമീപമാണ് സംഭവം. തൃശൂർ കോർപ്പറേഷനിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിനായി പൈപ്പ് ലൈൻ സ്ഥാപിച്ച കുഴിയിലാണ് സ്കൂൾ വാൻ താഴ്ന്നത്. വാഹനത്തിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. ആലപ്പാട് പുറത്തൂരിൽ വെണ്ണീറായ് സംഗീതത്തിന് സമീപം തെങ്ങ് വീണ് വീടിനും കാറിനും കേടുപാട് സംഭവിച്ചു. 3 വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. കുന്നത്ത് ലൗലി ജോഷിയുടെ വീടിനാണ് കേടുപാട് സംഭവിച്ചത്. കുഴൂർ എരവത്തൂരിൽ വാഴത്തോട്ടത്തിൽ വെള്ളം കയറി. ഐരാണിക്കുളം സ്വദേശിയായ പഞ്ചായത്ത് അംഗം PS സന്തോഷ് കുമാറിന്റെ 2500ഓളം ഏത്തവാഴകളാണ് വെള്ളത്തിലായത്. ഓണത്തിന് വിളവെടുക്കാവുന്ന നിലയിലുള്ള ഏത്തവാഴകളാണ് കൃഷിയിടത്തിലുള്ളത്. കനത്ത മഴയിൽ വെള്ളം ഒഴുകിപ്പോകാതെ കൃഷിയിടത്തിൽ കെട്ടിക്കിടക്കുകയാണ്. പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. 1983 SSLC ബാച്ചിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുൻ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ബാച്ച് പ്രസിഡന്റ് PV അലി അധ്യക്ഷത വഹിച്ചു. പാവറട്ടി പോലീസ് SHO ആന്റണി നെറ്റോ, സിനിമ സീരിയൽ താരം വിനീത് വിശ്വം തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹത്തെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ ഈ നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചു വളർന്നു വന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ദിവസം രാമു ഏരിയാട്ടിന്റെ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന രീതിയിലായി മുന്നോട്ട് പോകും. ഇനി വാണിജ്യം.
സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സൈലം IAS തൃശൂരിൽ സൗജന്യ IAS സെമിനാർ സംഘടിപ്പിക്കുന്നു. ബുധനാഴ്ച രാവിലെ 9-ന് തൃശൂർ പേൾ റീജിയൻസിയിലാണ് സെമിനാർ നടക്കുക. P. ബാലചന്ദ്രൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ സബ് കളക്ടർ അഖിൽ V. മേനോൻ മുഖ്യ പ്രഭാഷണം നടത്തും. സൈലം അക്കാദമിക് ഹെഡ് അസീം അക്രം, എഡ്യൂക്കേറ്റർമാരായ റിനോ മറിയം, അക്ഷയ് ഷാജി എന്നിവർ ഉദ്യോഗാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ച് വിശദമായ ക്ലാസുകൾ നടത്തുമെന്ന് സൈലം ഗവൺമെന്റ് എക്സാം കോർഡിനേറ്റർ ദിനീഷ്, ഫെസിലിറ്റി മാനേജർ സുനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തീർത്തും സൗജന്യമായി നടത്തുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ 7356069700, 7356065200 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തോ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ഉറപ്പുവരുത്താവുന്നതാണ്. IAS IPS ഓഫീസറായി സിവിൽ സർവീസ് കരിയർ സ്വപ്നം കാണുന്നവർക്ക് സിവിൽ സർവീസ് പരീക്ഷ വിജയിക്കാൻ ആവശ്യമായ മികച്ച പരിശീലനം നൽകുകയാണ് സൈലം സിവിൽ സർവീസ് അക്കാദമിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9200 രൂപ, പവന് 73600 രൂപ, വെള്ളി ഗ്രാമിന് 115 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4258 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. പാവറട്ടിയിൽ മിന്നൽ ചുഴലി, ചൊവ്വന്നൂരിൽ ഇരുനില വീട് തകർന്നു വീണു. മഴ കനത്തതോടെ അപകടക്കെണിയായി ചാവക്കാട് ദേശീയപാതയിലൂടെയുള്ള യാത്ര. പുതുതായി നിർമ്മിച്ച സർവീസ് റോഡിലാണ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇരിങ്ങാലക്കുട പോട്ട റൂട്ടിൽ നിയന്ത്രണമിട്ട ട്രാവലർ തൊമ്മാനപ്പാടത്തേക്ക് മറിഞ്ഞു. 20ഓളം പേർക്ക് നിസ്സാര പരിക്കേറ്റു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. നാളെ നിശബ്ദ പ്രചാരണം, വോട്ടെടുപ്പ് വ്യാഴാഴ്ച. വടക്കാഞ്ചേരിയിലെ ജനവാസ മേഖലയിൽ തള്ളിയ മാലിന്യം മുഴുവൻ നീക്കം ചെയ്യിക്കാതെ നഗരസഭാ അധികൃതർ. ഇതുമൂലം പകർച്ചവ്യാധി ഭീഷണിയിൽ ജനങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.